Welcome to Homex channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദി മോഡുലസ് ആൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലെക്സ് നമ്പർ. ലെറ്റ് z ഈക്വൽ ടു a plus ib be a complex number. The modulus of z is denoted by this form, modulus z, and it is defined to be root of a square plus b square. z ഈക്വൽ ടു a plus ib എന്നുള്ളൊരു കോംപ്ലെക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a square പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ആൻഡ് ദി കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഇസഡ് ബാർ. ഈ ഒരു ഫോമിലാണ് കോൺജുഗേറ്റ് ഓഫ് ഇസഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കോൺജുഗേറ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, എ മൈനസ് ഐ ബി ആയിരിക്കും വരിക. ഇനി എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എടുക്കണം, എ പ്ലസ് ഐ ബി ആയിരിക്കും എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ്. പ്ലസ് വന്ന നെഗറ്റീവ് ആയിരിക്കും കോൺജുഗേറ്റ്, നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആയിരിക്കും കോൺജുഗേറ്റ്. ദെൻ അടുത്തത് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്, ഇസഡ് റേസ് ടു -1 ഈക്വൽ ടു ഇസഡ് ബാർ ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ. അതായത് ആ കോംപ്ലെക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡുലസിൻ്റെ സ്ക്വയർ ആയിരിക്കും ഒരു കോംപ്ലെക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഫോർമുലാസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ഇസഡ് ഈക്വൽ ടു 2 മൈനസ് 3i എന്നുള്ള ഒരു കോംപ്ലെക്സ് നമ്പർ എടുത്തിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും. 2 മൈനസ് 3i ആയതുകൊണ്ട് 2 പ്ലസ് 3 ആയിരിക്കും, 3i ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ്. ഇനി അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കോംപ്ലെക്സ് നമ്പർ 2 മൈനസ് 3i ആണ്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഫോം എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും, ബി എന്ന് പറയുന്നത് -3 ആയിരിക്കും. നെക്സ്റ്റ് മോഡുലസ് കണ്ടുപിടിക്കാൻ ഫോമുലയിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 13 എന്ന് കിട്ടും. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ മോഡുലസിൻ്റെ സ്ക്വയർ. ഇപ്പോൾ കണ്ടുപിടിച്ചതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആൾജിബ്ര ഓഫ് കോംപ്ലെക്സ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ 2 കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പവഴിയല്ല, അത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അതായത് Z1 ബൈ Z2 ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് Z1 ഇൻറ്റു 1 ബൈ Z2 ആണ്. അതായത് 1 ബൈ Z2 എന്ന് പറയുന്നത് ആക്ച്വലി Z2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്, ഇനിയുള്ളതിൽ പറയാമെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആർഗൻ പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ. ദി പ്ലെയിൻ ഹാവിങ് എ കോംപ്ലെക്സ് നമ്പർ അസൈൻ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻ്റ് ഈസ് കോൾഡ് ദി കോംപ്ലെക്സ് പ്ലെയിൻ ഓർ ആർഗൻ പ്ലെയിൻ. അതായത് ഇപ്പോൾ ഒരു കോംപ്ലെക്സ് നമ്പറിനെ നമ്മളൊരു പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലെക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 2 + 4i എന്നുള്ളൊരു കോംപ്ലെക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നതാണ് 2ഉം 4ഉം. അത് ഇവിടെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്പർ ലൈനിൽ 2, 4. ഇതുപോലെ കോംപ്ലെക്സ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലെക്സ് പ്ലെയിൻ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ -2 + 3i. സോ ഇവിടുത്തെ പോയിൻറ്റ്സ് -2, 3 അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ ഒന്നാണ് -5 - 2i. പോയിൻറ്റ്സ് -5ഉം -2ഉം. സോ അതെന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് 3 - 2i, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് 3ഉം -2ഉം. അത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എ പ്ലെയിൻ ഹാവിങ് എ കോംപ്ലെക്സ് നമ്പർ അസൈൻ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിൻ്റ് ഈസ് കോൾഡ് ദി കോംപ്ലെക്സ് പ്ലെയിൻ.
കോംപ്ലക്സ് നമ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പോളാർ റെപ്രസെൻറ്റേഷൻ. ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ പോളാർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത്. ആദ്യം ഞാനതൊരു ഡയഗ്രാം വെച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മളൊരു നമ്പർ ലൈനിൽ ഇതുപോലെ ഒരു പോയിൻ്റ് പി എടുക്കുകയാണ്. അതിന് ഒറിജിനിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആ ആർ എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ കറസ്പോണ്ടിങ് മോഡുലസിൻ്റെ വാല്യൂ ആയിരിക്കും. അതായത് ഇസഡ് എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എയും ബിയും ആയിരിക്കും. അങ്ങനെയുള്ളൊരു പോയിൻ്റാണ് നമ്മൾ പി എടുത്തിരിക്കുന്നത്. സോ ആറ്, ഈ ഡിസ്റ്റൻസ് സീറോയിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ ആയിരിക്കും. അതായത് √(a² + b²). ഇനി ഈ ആംഗിള്, ഈ പോയിൻറ്റും ഇത് നമ്മളുള്ള ഡിസ്റ്റൻസിൽ നിന്ന് എക്സ് ആക്സിസ് എന്നുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് തീറ്റ. സോ ആറും തീറ്റയും ഇത് രണ്ടുമാണ് ഈ കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ആറിനെയും തീറ്റേനെയും വിളിക്കുന്ന പേരാണ് പോളാർ കോർഡിനേറ്റ്സ് ഓഫ് പോയിൻ്റ് പി. അതായത് അതിന് കറസ്പോണ്ടിങ്, നമ്മുടെ കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ കോർഡിനേറ്റ്സ്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോം റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ജനറലായിട്ട് ഞാൻ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നെടുക്കുകയാണ്. എ പ്ലസ് ഐ ബിക്ക് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആയിരിക്കും. സോ ഈ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോം വരുന്നത് ഇസഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ പറഞ്ഞത് നോക്കി കൺഫ്യൂഷൻ ആവേണ്ട, നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോം കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ആറും തീറ്റയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആർ എന്ന് പറയുന്നത് √(x² + y² ആയിരിക്കും. തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആയിരിക്കും, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആയിരിക്കും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ റെപ്രസെൻറ്റേഷൻ ആണ് അത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെപ്രസെൻറ്റ് ദി കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു 1 + i√3 ഇൻ ദി പോളാർ ഫോം. അതായത് ഇസഡ് ഈക്വൽ ടു 1 + i3 എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുന്നു. ഇനി ഇതിനെ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഇസഡ് ഈക്വൽ ടു 1 + i√3 എന്ന് എടുക്കുകയാണ്. അതായത് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, അതിൻ്റെ ജനറൽ ഫോം. സോ എക്സിൻ്റെ വാല്യൂ പറഞ്ഞത് 1 ആയിരിക്കും, വൈയുടെ വാല്യൂ വരുന്നത് √3 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്, അതുപോലെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്. സോ ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൈ ഈക്വൽ ടു √3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ്, ദാറ്റ് ഈസ് √(x² + y²). എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് √3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 2 കിട്ടുന്നത്. ഇനി ഇവിടെ കിട്ടിയ 2ൻ്റെ വാല്യൂ ഞാനിവിടെ ഈ ആറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? 1 ഈക്വൽ ടു 2 കോസ് തീറ്റ ആൻഡ് √3 ഈക്വൽ ടു 2 സൈൻ തീറ്റ. ഇനി ഈ 2വിനെ ഇപ്പുറത്തോട്ട് എടുക്കുകയാണ്. സോ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷനായി മാറുന്നു. സോ കോസ് തീറ്റ ഈക്വൽ ടു 1/2. ഇനി ഇവിടെ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസിൻ്റെ ഏത് ആംഗിളിനാണ് 1/2 വാല്യൂ വരുന്നത് നോക്കാം. കോസിൻ്റെ ഏത് ആംഗിളിനാണ് വരുന്നത്? കോസ് 60ക്കാണ്. കോസ് 60 എന്ന് പറയുമ്പോൾ π/3. സോ ഈ വാല്യൂവിന് പകരം എന്ത് കൊടുക്കാം? കറസ്പോണ്ടിങ് കോസ് π/3 എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു
y ആണ്. സോ തീറ്റ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വരുന്നത് π/3 ആയിരിക്കും. ഈ വാല്യൂസ് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത് ഒരു ഈസി മെത്തേഡും ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ, അതായത് ട്രിഗ്നോമെട്രിക് ടേബിളിലെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡിൻ്റെ ഒരു ട്രിക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. സോ cos θ = cos π/3 ആണ്. സോ തീറ്റ = π/3. ഇനി ഇവിടെ ചെയ്താലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി. ഇതും കൂടി നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2നെ ഇപ്പുറത്തോട്ട് എടുക്കുക. സോ sin θ = √3/2. സൈൻ്റെ ഏത് ആംഗിളിനാണ് √3/2 വരണേന്ന് നോക്കുക. സൈൻ്റെയും 60 വാല്യൂ, sin 60 ആണ് √π/3. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ. sin x = sin y ആണെങ്കിൽ x = y ആയിരിക്കും. സോ തീറ്റ = π/3. രണ്ട് കേസിലും ചെയ്താൽ നമുക്ക് സെയിം വാല്യൂസ് തന്നെയായിരിക്കും വരണത്. അങ്ങനെ സോ ഇനിയിപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തീറ്റയുടെ വാല്യൂ കിട്ടി, ആറിൻ്റെ വാല്യൂ നേരത്തെ കിട്ടിയിട്ടുണ്ട്. സോ പോളാർ കോർഡിനേറ്റ്സിൻ്റെ കിട്ടി. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് z = r cos θ + i sin θ ആണ്. ആറിൻ്റെയും തീറ്റയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z = 2 × cos π/3 + i sin π/3. ഇവിടെ പോളാർ ഫോമിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ മാത്രം കണ്ടുപിടിക്കാനുള്ളൂ, ആറും തീറ്റയും. ആറെന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലസ് വാല്യൂ, തീറ്റ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ വേണം പോളാർ ഫോമിലോട്ടുള്ള റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിന് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ എന്നാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണ് ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവായ, അതായത് b² - 4ac <0 ആയിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല, അതായത് സൊല്യൂഷൻ ആ സിസ്റ്റത്തിൽ, റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതായത് ഇപ്പോൾ ജനറലായിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുകയാണ്, ax² + bx + c = 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ക്രിമിനൻറ്റ് b² - 4ac എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, അതായത് <0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് x = -b ± b √b² - 4ac/2a. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവിനെ പുറത്തോട്ട് എടുത്താൽ മതി. -1നെ പുറത്തോട്ട് എടുക്കുക. ആ √(-1) എന്ന് പറയുന്നതാണ് എന്ത് കൊടുത്താൽ മതി? i എന്ന് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷനായിരിക്കും. എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തേക്കാണ്. x² + x + 1 = 0. ഇവിടെ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1, എല്ലാം 1 ആണ്. സോ b² - 4ac എന്ന് പറയുന്നത് -3 വരും. -3 എന്ന് പറയുന്നത് <0 ആണ്, അതായത് ഡിസ്ക്രിമിനൻറ്റ് 0 ആണ്. ഇതിന് റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ സൊല്യൂഷൻ ഇല്ല. പക്ഷേ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ നമുക്ക് ഇതിനിവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിക്കാം. സോ √b² - 4ac എന്ന് പറയുമ്പോൾ √-3 വരും. ഈ -3നെ നമുക്ക് -1 × 3 എന്ന് എഴുതാം. ഇനി √(a × b), a × b എന്ന് പറയുന്നത് √(a × √b) ആണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? √(-1 × √3) എന്ന് എഴുതാം. ഇനി √(-1) എന്താ? √(-1)ൻ്റെ വാല്യൂ i ആണെന്നാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചത്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ √3i എന്ന് വന്നു. ഇനി നേരെ സിമ്പിളായില്ലേ ആൻസർ? ഇത്രയേ ഉള്ളൂ. x = -b ± √(b² - 4ac/2a. ഇവിടെ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. സോ എന്ത് വരും? x = -1 ± √3i/2. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പം ഈ √(-1) വരുമ്പോൾ ആ -1നെ പുറത്തോട്ട് എടുത്താൽ മതി. എന്നിട്ട് അവിടെ വാല്യൂ i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഇത്രയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ
എന്തെങ്കിലും എക്സ്പ്ലനേഷനോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം.